ഹമീദ് കരഞ്ഞു. അതുകൊണ്ട് അവനും ഒന്നും കിട്ടിയില്ല. മുതിർ പോലീസുകാരൻ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുത്തു. അയാൾ ഞങ്ങളെ അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി മറ്റൊരു പോലീസുകാരനെ ഏൽപ്പിച്ചു. അയാൾ അലമാര തുറന്ന് വിലങ്ങിയെടുത്ത് ഞങ്ങളുടെ കൈകൾ പൂട്ടി. പിന്നെ അവിടുത്തെ ഒരു ബെഞ്ചിലിരുത്തി. ഞങ്ങളെപ്പോലെ വേറെയും 4-5 പേർ അവിടെയായി വിലങ്ങണിഞ്ഞിരിപ്പുണ്ടായിരുന്നു. സത്യത്തിൽ ഞങ്ങളുടെ മുഖത്തുണ്ടായിരുന്ന രഹസ്യ സന്തോഷം അവരുടെ മുഖങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന് സംശയമാണ്. ഉച്ചതിരിഞ്ഞതോടെ വിലങ്ങഴിച്ച് ഞങ്ങളെ അവിടെ തന്നെ ഒരു സെല്ലിലേക്ക് മാറ്റി. കഷ്ടിച്ച് 3 പേർക്ക് ഇരിക്കാവുന്ന ആ സെല്ലിൽ ഞങ്ങൾ 6 പേർ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ കുമാർ എന്നു പേരായ ഒരു മലയാളിയും ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നു. എൻ്റെയും ഹമീദിൻ്റെയും കഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പച്ചക്കറിക്കടയിൽ നിന്നിരുന്ന കുമാറിനെ മോഷണക്കുറ്റം ചുമത്തി അറബി തന്നെ കൊണ്ടുചെന്നിരിക്കുകയാണ്. ബാക്കി 2 പേർ അറബികളും ഒരാൾ പാകിസ്ഥാനിയുമായിരുന്നു. അവരുടെ പേരിലുള്ള കുറ്റങ്ങൾ എന്തായിരുന്നോ എന്തോ അറിയില്ല. നന്നെ തിരക്കുപിടിച്ച ഒരു തീവണ്ടി മുറിയിലെന്ന പോലെയുള്ള ആ ഞെരുങ്ങിയിരിപ്പിൽ ആ രാത്രി ആർക്കും തീരെ ഉറങ്ങാനേ കഴിഞ്ഞില്ല. അറബികൾ അവരവരുടെ സൗകര്യത്തിന് കാലുകൾ നീട്ടിവെച്ച് ഇരിപ്പായതോടെ ബാക്കിയുള്ളവരുടെ കാര്യം കൂടുതൽ കഷ്ടത്തിലാവുകയും ചെയ്തു. എന്നാൽ പോലും ഞാൻ അനുഭവിച്ച ജീവിതവുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ആ കുടിസൽ പോലും ഒരു സ്വർഗമായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിറ്റേന്നു കാലത്ത് ഓരോ ചായയ്ക്കു ശേഷം ഒരു വാഹനത്തിൽ കയറ്റി ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴും ഞങ്ങളെ വിലങ്ങണിച്ചിരുന്നു. ആ വാഹനത്തിൽ ഞങ്ങളെ കൂടാതെ വേറെയും വിലങ്ങുധാരികൾ ഉണ്ടായിരുന്നു. വിലങ്ങുധാരികൾ പരസ്പരം പരിചയപ്പെടാനും കുറ്റങ്ങൾ വിശദീകരിക്കാനും നാടേതെന്ന് ചോദിച്ചറിയാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഹമീദും കൂടി. ഞാൻ തല കുമ്പിട്ടിരുന്നതേയുള്ളൂ. ആ വണ്ടി ഓടി ഒടുവിൽ ചെന്ന് നിന്നത് രാജ്യത്തെ ഏറ്റവും വലിയ തടവറയായ സുമേസി ജയിലിൻ്റെ മതിൽക്കെട്ടിനുള്ളിലാണ്. രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും വരുന്ന നിരവധി വാഹനങ്ങൾ ആ ജയിൽ മുറ്റത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നു. അതിൽ നിന്നൊക്കെ 100 കണക്കിന് കുറ്റവാളികൾ അവിടെ വന്നിറങ്ങിക്കൊണ്ടിരുന്നു. തികച്ചും അസംബന്ധമാണെങ്കിലും എന്താണെന്നറിയില്ല, പെട്ടെന്ന് നാട്ടിലെ ഒരു കല്യാണ ഹാളും വലിയ യാത്രാക്ഷീണത്തോടെ അതിൻ്റെ മുന്നിലേക്ക് വന്നിറങ്ങുന്ന വരൻ്റെ ബന്ധുക്കളെയുമാണ് എനിക്ക് ഓർമ്മ വന്നത്. അതിലൊരു ബന്ധുവായി ഈ ഞാനും. ഞങ്ങളെ വണ്ടിയിൽ നിന്നിറക്കി ജയിൽ വാർഡൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടെ വല്ലാത്തൊരു തിരക്കായിരുന്നു. നിരവധി പോലീസുകാർ വരുന്നു പോകുന്നു, വക്കീലന്മാർ വരുന്നു പോകുന്നു, മൂത്തവന്മാർ വരുന്നു പോകുന്നു, വേറെ ഏതൊക്കെയോ അറബികൾ വരികയും പോവുകയും ചെയ്യുന്നു. ഒറ്റ നോട്ടത്തിൽ അത് നമ്മുടെ ഒരു കോടതി വരാന്തയെ അനുസ്മരിപ്പിച്ചു. വാർഡൻ്റെ ഓഫീസിനു മുന്നിൽ നന്നേ നീണ്ട ഒരു ക്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലായി ഞങ്ങളും സ്ഥാനം പിടിച്ചു. കൂടെ വന്ന പോലീസുകാർ അല്പം മാറി തണലുപറ്റി വരാന്തയിൽ ഇരുന്നു. ഓരോരുത്തരെയായി അകത്തേക്ക് വിളിച്ച് വളരെ പതിയെയാണ് ആ ക്യൂ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. നീങ്ങി ചെല്ലുന്നത് ജയിലിനുള്ളിലേക്കാണെന്ന് അറിയാമായിരുന്നിട്ടും അതിനുള്ളിലെ അവസ്ഥകളെ ഓർത്ത് വല്ലാത്തൊരു വേവലാതി ഉണ്ടായിരുന്നിട്ടും ആദ്യമായി വോട്ട് ചെയ്യാനായി പോളിംഗ് സ്റ്റേഷൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴുള്ള ഒരു ആഹ്ലാദം എനിക്കുണ്ടായിരുന്നു. ഞാനത് രഹസ്യത്തിൽ ഹമീദിനോട് പറയുകയും ചെയ്തു. ക്യൂ മുന്നോട്ട് നീങ്ങി ഒടുവിൽ ഞാൻ ഏറ്റവും മുന്നിലായി. പിന്നത്തെ കാത്തുനിൽപ്പിൻ്റെ 3 മിനിറ്റുകൾ ഒരാൾ ഒരു ക്യൂവിൻ്റെ ഏറ്റവും മുന്നിലാവുമ്പോൾ ഉണ്ടാവുന്ന ഒരാകാംക്ഷ അതെന്തിനെയൊക്കെയാണോ ദ്യോതിപ്പിക്കുന്നത്. ഞാൻ വിളിക്കപ്പെട്ടു. അപ്പോഴേക്കും ഞങ്ങൾക്കൊപ്പം വന്ന പോലീസുകാരനും എനിക്കൊപ്പം എഴുന്നേറ്റ് വന്നു. വാർഡന്റെ മുന്നിൽ ഒരു രജിസ്റ്റർ ഉണ്ടായിരുന്നു. പോലീസുകാരൻ കൊടുത്ത ഒരു പേപ്പർ നോക്കിയും അയാൾ പറഞ്ഞു കൊടുത്ത എന്തൊക്കെയോ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും രജിസ്റ്ററിൽ എന്തൊക്കെയോ കുറിക്കപ്പെട്ടു. പിന്നെ ഇടതുവശത്തെ കോളത്തിൽ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. വാർഡന്റെ മുറിക്കുള്ളിൽ തന്നെ മറ്റൊരു മൂലയ്ക്ക് ഒരു ടേബിളിട്ട് ഇനി ഒരു പോലീസുകാരൻ ഇരിപ്പുണ്ട്. അയാളുടെ മുന്നിലേക്കാണ് ഞാൻ അടുത്തതായി ആനയിക്കപ്പെട്ടത്. അയാൾ എൻ്റെ കൈത്തണ്ടയിൽ എന്തോ ഒരു തരം മഷി കൊണ്ട് കുറച്ച് അറബി അക്കങ്ങൾ പച്ചകുത്തി. ചെറുപ്പത്തിൽ ഞാൻ മദ്രസിൽ പോയിരുന്നത് കൊണ്ട് വേഗം ഞാനത് 1385 എന്ന് വായിച്ചു. ഒരു പക്ഷേ അന്നത്തെ മദ്രസ പഠനം കൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരേയൊരു ഉപകാരം. കണ്ടാൽ വളരെ രസം തോന്നുന്ന ഒരു വലിയ ഹാളിലേക്കാണ് ഞാൻ ചെന്നു കയറിയത്. ഹാളിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ബാർബർമാർ നിരന്നിരിക്കുകയാണ്. വാതിൽക്ക് നിൽക്കുന്ന പോലീസുകാരിൽ ഒരാൾ എന്നെ അവരിൽ ഫ്രീ ആയ ഒരാളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. പറഞ്ഞറിയിക്കാനാവാത്തത്ര വേഗമാണ് ബാർബർമാരുടേത്. അവരുടെ കയ്യിലിരിക്കുന്ന തലവടി യന്ത്രം നമ്മുടെ തലയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നതേ നമ്മൾ അറിയൂ. 2 മിനിറ്റ് ഏറിയാൽ 3 മിനിറ്റ്. അതിനിടയിൽ അത് അതിൻ്റെ ജോലി കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞിരിക്കും. ഞാൻ ആ ബാർബറുടെ മുന്നിൽ കുമ്പിട്ടിരിക്കുമ്പോൾ ഹമീദ് എൻ്റെ തൊട്ടടുത്ത ബാർബറുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഏറുകണ്ണിട്ട് നോക്കിക്കണ്ടു. ഞങ്ങൾ ഏകദേശം ഒന്നിച്ചാണ് എഴുന്നേറ്റത്. ഞാൻ ഹമീദിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ എൻ്റെയും 2 മുഴമൊട്ടകൾ. ഞങ്ങൾ ചിരിച്ചുപോയി. നിറവേദനകൾക്കിടയിലെ ഒരു അപൂർവ ചിരി നിമിഷം.
പിന്നെ ഞങ്ങളെ ജയിലിൻ്റെ വലിയ കെട്ടിടത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. വലിയ കെട്ടിടം എന്ന് പറയുമ്പോൾ അത് വിചാരിക്കുന്നതിനേക്കാൾ വലിയ കെട്ടിടമായിരുന്നു. ഒരുപക്ഷെ 2-3 കിലോമീറ്റർ നീളത്തിലേക്ക് നീണ്ടുകിടക്കുന്ന ഒരു വമ്പൻ കെട്ടിടം. ആ കെട്ടിടം ഓരോ ബ്ലോക്കായി തിരിച്ചിരിക്കുന്നു. ഓരോ ബ്ലോക്കിനും ഉണ്ടാകും കണ്ണെത്താ ദൂരത്തോടെ നീളം. ഓരോ ബ്ലോക്കും ഓരോ രാജ്യക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അറബികൾ, പാകിസ്ഥാനികൾ, സുഡാനികൾ, എത്യോപ്യക്കാർ, ബംഗ്ലാദേശികൾ, ഫിലിപ്പീനുകൾ, മൊറോക്കോക്കാർ, ശ്രീലങ്കക്കാർ, അങ്ങനെ അങ്ങനെ ഒടുവിൽ ഇന്ത്യക്കാരും. അവരിൽ ഏറ്റവും കൂടുതൽ തീർച്ചയായും മലയാളികൾ തന്നെ. ഞങ്ങളെ സ്വാഭാവികമായും ഇന്ത്യൻ ബ്ലോക്കിലേക്കാണ് കൊണ്ടുപോയത്. അതിൽ നിറയെ മുട്ടത്തലകൾ, കുറ്റിത്തലകൾ തന്നെ എത്തിച്ചേർന്ന ദിവസത്തിൻ്റെ അകലമനുസരിച്ച് വിവിധ നീളത്തിൽ വളർന്നവ. കാണാൻ നല്ലൊരു കാഴ്ചയായിരുന്നു അത്. മുട്ടത്തലകളുടെ വ്യാഴാഴ്ച ചന്തയിൽ എത്തിച്ചേർന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്കുണ്ടായത്. അത്രയ്ക്കുണ്ട് ആ ബ്ലോക്കിലെ തിരക്കും ബഹളവും. ജയിലെന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അച്ചടക്കത്തിൻ്റെയും ശാന്തതയുടെയും ഭീതിയുടെയും അന്തരീക്ഷം അവിടെ തീരെയില്ലായിരുന്നു. ഹാളിനുള്ളിലെ തിരക്കിലും ബഹളത്തിനുമിടയിൽ ആദ്യമായി നഗരത്തിൽ എത്തിപ്പെട്ട 2 അപരിചിതരെ പോലെ ഞാനും ഹമീദും നിന്നു. ഏറെ കഴിഞ്ഞാണ് ഞാൻ ജയിലിനുള്ളിലെ അകപ്പെട്ടിരിക്കുന്നു എന്ന സത്യവുമായി എനിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞത്. എന്തിനെന്നറിയാതെ ഞാൻ കുറേ കരഞ്ഞു. നിരവധി ദിവസത്തെ ചിന്തയ്ക്കും ആലോചനയ്ക്കും കണക്കൂട്ടലുകൾക്കും ഒടുവിലാണ് ഞാൻ സ്വയം ജയിലിലകപ്പെടാൻ തീരുമാനിച്ചത്. കഠിനമെന്ന് തോന്നുമെങ്കിലും ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ ജീവിതം തുടരാനുള്ള ഏറ്റവും മെച്ചപ്പെട്ട മാർഗം ജയിൽ എന്ന് തീരുമാനിക്കപ്പെടുകയായിരുന്നു. അതെ, ജീവിതം തുടരാനുള്ള കൊതിയിലാണ് ജയിലിനുള്ളിൽ ഞാൻ സ്വയം എത്തിപ്പെട്ടത്. അങ്ങനെ ഒരാൾ സ്വയം ആഗ്രഹിച്ച് ജയിലിനുള്ളിൽ അകപ്പെടാൻ കാരണമാകുന്നുവെങ്കിൽ അയാൾ അതിനു മുമ്പ് വേദനയുടെ എത്ര തീ തിന്നിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാവുമോ?